ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോണത് വേനൽക്കാല മുടി സംരക്ഷണം. വേനൽക്കാലത്ത് നമ്മൾ എങ്ങനെ മുടി സംരക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് ഒരു നല്ല റെമഡിയാണ് നമ്മളെ ഉലുവ. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഉലുവയുടെ മാസ്ക് ആണ് കേട്ടോ അമ്മ കാണിച്ചു തരുന്നത്. ഉലുവ, നാളികേരം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ 2-3 സ്പൂണ് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഉലുവ എടുത്തോളൂ. അതിനനുസരിച്ച് നാളികേരം, നമ്മൾ ഒരു പിടി നാളികേരം എടുത്താലും മതി കേട്ടോ. ഈ 2 പിടി എടുത്താലും ഏറുന്നില്ല. നാളികേരപ്പാലും ഒപ്പം കൂട്ടിക്കോളൂ എല്ലാ മാസ്കിലും വേനൽക്കാലത്ത്. അപ്പൊ നമ്മൾ എന്താ അതിന് വേണ്ട വെച്ചാൽ 2-3 സ്പൂൺ ഉലുവ. അമ്മ ഓൾറെഡി കഴുകി ഉണക്കി വെച്ച ഉലുവയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴുകണത് കാണിച്ചു തരുന്നില്ല. അതുകൊണ്ട് അമ്മ നേരിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കേട്ടോ. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളത്തില് നമ്മള് തലേ ദിവസം ഉലുവ കുതിർത്താനായിട്ട് വെക്കണം. എന്നിട്ട് രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഒരു പിടി നാളികേരം കൂട്ടി അരച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണം അതേപോലെ കണ്ടോ, ഇളം ചൂടാക്കിയിട്ടുള്ള ഈ വെളിച്ചെണ്ണ നമ്മൾ ഈ പാത്രത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് നമ്മളെ തലയുടെ എല്ലാ ഭാഗത്തും മസാജ് ചെയ്ത് പിടിപ്പിക്കണം. കണ്ടല്ലോ, അത് നമ്മൾ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ മസാജ് ചെയ്തോളൂ. ഇതൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ഇതിപ്പോ അമ്മ അത്രയ്ക്ക് കാണിച്ചു തന്നാ പോരെ. വീഡിയോ വലിച്ചു നീട്ടണൂന്ന് വേണ്ട ഇനി കേട്ടോ. വേഗം നിങ്ങൾക്ക് കണ്ടുപോവാലോ കാര്യങ്ങള്. ഓക്കെ. എന്നിട്ട് നമ്മൾ തലയുടെ എല്ലാ ഭാഗത്തു കൂടിയും പെരട്ടണു. കണ്ടോ, തുമ്പത്തും ഒക്കെ നമ്മൾ നന്നായിട്ട് കേട്ടോ ഈ ഇളം ചൂടുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണു, ഉലുവയുടെ മാസ്ക് തേക്കുകയാണ് കേട്ടോ. അത് എണ്ണ തലയുടെ ഏതെങ്കിലും ഭാഗത്ത് കമ്മി ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നികത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 സ്പൂണെങ്കിലും എണ്ണ നിങ്ങൾ ചേർത്തിക്കോളൂ. ഒരു ദോഷവും ഇല്ല കേട്ടോ. നമ്മൾ തേക്കണ ഏത് എണ്ണ വെച്ചാലും തലയിൽ നിങ്ങൾ ഇത് ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് തലയുടെ എല്ലാ ഭാഗത്തു കൂടിയും കണ്ട കൂട്ടി കലർത്തിയിട്ട് കണ്ട അമ്മ ഉണ്ടാക്കിക്കണ ധൈര്യമായിട്ട് നിങ്ങൾ തേച്ചോളൂ. ഇത് മുടി നന്നായിട്ട് ചെറിയ ചെറിയ മുടികൾ, ബേബി മുടികൾ നിങ്ങൾക്ക് വളരാനും കൂടി ഇത് നല്ലതാണ് കേട്ടോ. എങ്ങനെ യൂസ് ചെയ്യാൻ നമ്മ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാ ഭാഗത്തും ഇതുപോലെ നേരെ വെച്ച് തേച്ചോളൂ കേട്ടോ. എല്ലായിടത്തും കൂടി സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചോളൂ. പിന്നെ അമ്മയ്ക്ക് പറയാനായിട്ടുള്ളത്, ഇതൊരു 10-15 മിനിറ്റ് നിങ്ങൾ വെച്ചിട്ട് നന്നായി വാഷ് ചെയ്യണം കേട്ടോ. അത് അമ്മ പിഴിഞ്ഞെടുത്തണോ, ഇതിന് ഒന്നുമില്ല കേട്ടോ. അത് നല്ല നൈസായിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മളെ ഹെയറിൽ ഇതൊട്ടും നിൽക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മുടി കൊഴിയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി വാഷ് ചെയ്തോളൂ. പണ്ടൊക്കെ നമ്മൾ കുളത്തിലല്ലേ കുളി അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഈ കുളിമുറിയിലുള്ള കുളി കാരണം പലവർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. എന്താണെന്നറിയില്ല, നിങ്ങളുടെ മാസ്ക് വെച്ചിട്ട് മുടി എനിക്ക് തീരെ വളർന്നില്ല എന്നുള്ള പരാതി, അതുപോലെ കൊഴിയണു എന്നുള്ള പരാതി, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായി നിങ്ങൾ ഇത് വാഷ് ഔട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എങ്ങനെ 15-10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ മുടികൾ വളരും കേട്ടോ. ഇനി ഇത് അമ്മ കുമ്പിട്ട് നിന്നിട്ട് കൂടി തലയിൽ തേക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ കാണിച്ചു തരാം. അമ്മ ഇത് പിന്നിലൊക്കെ നന്നായി തേച്ചു കേട്ടോ. ഇപ്പൊ അമ്മ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയൂട്ടോ. 15-20 മിനിറ്റ് കഴിഞ്ഞ് അമ്മ ഇത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയൂട്ടോ. അപ്പൊ ഹെയർ കഴുകണതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ നിങ്ങൾക്കും അറിയണ കാര്യല്ലേ. അമ്മയെക്കാളും വിവരമുള്ള കുട്ടികളാവും നിങ്ങളല്ലേ, ചെറുപ്പം കുട്ടികളല്ലേ നിങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ പ്രായക്കാരും എല്ലാവരും ഇത് ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങള് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ വീഡിയോ. പിന്നെ അമ്മ അതിന്റെ മുന്നേ പറയാണ്, അമ്മയെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. നല്ല അമ്മ പുതിയ വീഡിയോ ഇടുമ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്തുള്ളൂ. ഓക്കെ. എന്നാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.